അമേരിക്കയിൽ ഇപ്പോൾ എവിടെയാണ്, എന്താണ് ജോലി? അമേരിക്കയിൽ സിലിക്കൺ വാലിയിൽ സാനോസയിലാണ്. എൻ്റെ ബേസിക്കായിട്ട് ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളെയും ആദ്യഘട്ടത്തിൽ രൂപപ്പെടുത്തുന്ന, അതിൻ്റെ ആശയം ഉണ്ടാക്കി ഡിസൈൻ ചെയ്യുന്ന ഒരാൾ എന്നാണോ? അതെ, തീർച്ചയായിട്ടും. ഈ അമേരിക്കയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാനിവിടെ ഒരു MRFൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പിന്നീട് US ഗ്രീൻ കാർഡ് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം അക്സെഞ്ചറിലാണ് ജോയിൻ ചെയ്യുന്നത്, SAP കൺസൾട്ടൻ്റായിട്ട്. പക്ഷേ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ പഠനം മുമ്പോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നു അല്ലേ? കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. ഞാൻ ഡിസൈനിൽ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യും. ഈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വളരെ മൈക്രോ കമ്പോണൻസ് അല്ലെ ചെറിയ പാർട്സുകൾ, ഒരു ക്യാമറയുടെ ഒരു സൂം ലെൻസിന്റെ അകത്തുള്ള സംവിധാനങ്ങളൊക്കെ അല്ലേ, അതുപോലുള്ള മൈക്രോ മൂവ്മെന്റ്സ്. പാളോ ആൾട്ടോയിൽ സാൻ ഹിൽ റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ആ റോഡിന്റെ സൈഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് സിറ്റ് ചെയ്യുന്നത്. അതായത് പണ്ട് തൃശ്ശൂർ ചിട്ടി കമ്പനികളുടെ ഒരു സ്ഥലമായിരുന്നു അതുപോലെ. നിങ്ങൾക്ക് നല്ല ആശയം ഉണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കാശ് തരുന്ന ആളുകൾ. ഇപ്പൊ ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനി ആൾക്കാർ വിചാരിക്കുന്നത് എലോൺ മസ്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എലോൺ മസ്ക് അല്ല സ്റ്റാർട്ട് ചെയ്തത്, വേറെ 2 എഞ്ചിനീയേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ പിന്നീട് ഇൻവെസ്റ്ററായിട്ട് വരുവാണ് ചെയ്തത്. പാലാക്കാരൻ ബിനോയ് ജോസഫ് അമേരിക്കയിലെ സിലിക്കോൺ വാലിയിലെ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള വിശേഷങ്ങൾ, അവിടെ IT കമ്പനികളും ടെക് കമ്പനികളും ഒക്കെ എങ്ങനെ വിജയകരമായി ലോകത്തെ കീഴടക്കി മുന്നേറുന്നു എന്നുള്ള കഥകൾ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ആ കഥകൾ നമുക്ക് തുടരാം. നിക്കോണിൻ്റെ അല്ലെങ്കിൽ കാനോൻ്റെ അല്ലെങ്കിൽ സോണിയുടെ ഒക്കെ ഒരു ക്യാമറ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ രൂപം ആദ്യം ഒരാൾ ഉണ്ടാക്കണം. അത് നിങ്ങളെപ്പോലുള്ള ഒരാൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുക്കും. കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് പേപ്പറിൽ വരയ്ക്കുമോ? പേപ്പറിൽ വരയ്ക്കും. ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഞ്ചിനീയേഴ്സ് ഒക്കെ നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഇത് പ്രോഡക്റ്റ് അടുത്തത് നമ്മൾ ഡിസൈൻ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാക്കുകൊണ്ട്. നമ്മളിങ്ങനെ ചുറ്റും വന്നിരിക്കും ഒരു ടേബിളിന് ചുറ്റും. എന്നിട്ട് ഇവിടെ പേപ്പറുമായിട്ടിരിക്കും, ടണ്ണ് കണക്കിന് പേപ്പർ വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വരയ്ക്കും കൈക്ക് ഹാൻഡ് സ്കെച്ച്. അപ്പം ഇതിപ്പോ ഞാൻ ഹാൻഡ് സ്കെച്ചിൽ അത്ര ഗുഡ് അല്ല, പക്ഷെ എനിക്ക് 3D ഇമാജിനേഷൻ നല്ലതുണ്ട്. അപ്പം പക്ഷെ എൻ്റെ CEO അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുള്ള ബാക്കിയുള്ള ഡിസൈൻ ആൾക്കാരൊക്കെ അവർക്കൊക്കെ ചിലപ്പോൾ ഇമാജിനേഷൻ അല്ലെങ്കിൽ അവർ സ്കെച്ചിങ് നല്ലതാണ്. ഇപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഐഡിയ അവർ വേഗം 3D സ്കെച്ച് ആക്കും, വരച്ച് തീർക്കും, അല്ലെ 3D ആയിട്ട് കാണാം. അപ്പൊ പക്ഷെ എനിക്ക് പക്ഷെ നല്ല ഇമാജിനേഷൻ 3D ആയിട്ട് ഇമാജിൻ ചെയ്യും. അപ്പൊ ഒരു മെക്കാനിസം എനിക്ക് സ്പേസിൽ എങ്ങനെ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ എനിക്ക് ഈസി ആയിട്ട് മനസ്സിൽ ഇത് കാണാൻ പറ്റും. മനസ്സിൽ ഇത് ഓക്കെ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഇങ്ങനെ മൂവ് ചെയ്താൽ ഇവിടെ വേറൊരു ഔട്ട്പുട്ട് വരും. അങ്ങനെയൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തു. പക്ഷെ അത് സ്കെച്ച് ചെയ്തെടുക്കാൻ ഞാൻ ചിലപ്പോൾ സ്കെച്ച് ചെയ്താൽ അവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർ നല്ലപോലെ സ്കെച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പേപ്പറിൽ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് പോവാ. അപ്പൊ പലരുടെ ഐഡിയ വരും. അപ്പൊ ഒരാൾ പറയും, അപ്പൊ അതിന്റെ കറക്ഷൻസും അങ്ങനെ. അപ്പൊ ഇത് മുഴുവൻ ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യും. ഈ വരച്ചത് മുഴുവൻ ഡോക്യുമെന്റ് ചെയ്യും. ഇപ്പോഴും ഉണ്ട്. ഈവൻ ആപ്പിളിൽ പോലും ഇതാണ് ഇങ്ങനെ തന്നെയാണ്. ആദ്യം പേപ്പറിൽ ഈ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാകുന്ന ആശയം വരച്ചുണ്ടാക്കും. റഫായിട്ട് വരച്ചു. എന്നിട്ട് ഇതിനെ പിന്നെ കാർഡിലേക്ക് മാറ്റുമോ? പിന്നെ അതിന്റെ കാർഡിൽ 3D ഡിസൈൻ ചെയ്യും കമ്പ്യൂട്ടറിൽ. എന്നിട്ട് അതിന് നമ്മൾ അതിന്റെ മോഷൻസും മൂവ്മെന്റ്സും അല്ലെ ഫിനിഷ്, മെറ്റീരിയൽ, കളർ അങ്ങനെയുള്ള പല അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് പിന്നെ അതിന്റെ ഇപ്പൊ നമ്മളൊരു അതിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അത് അടയുമ്പോൾ കറക്റ്റ് ആയിട്ട് സീറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്, ഓവറോൾ ഫിനിഷ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ 3D ഇതിൽ ചെയ്ത് എടുക്കും. പിന്നെ ആ മെറ്റീരിയൽ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഫയലായി കഴിയുമ്പോഴാണ് ചൈനയ്ക്കോ അല്ലെങ്കിൽ തായ്വാനോ വിടുന്നത്, അയച്ചു കൊടുക്കും. അത് ഇപ്പോഴത്തെ പണ്ടൊക്കെ ചിലപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ അതിനൊരു 50 കമ്പോണന്റ് ഉണ്ടെങ്കിൽ 50 കമ്പനിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു 25 കമ്പനിക്ക് കൊടുക്കും. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനക്കാർ മുഴുവൻ ലേൺ ചെയ്തത് അമേരിക്കൻസിൽ നിന്നാണ്. അപ്പൊ അവിടുത്തെ എഞ്ചിനീയേഴ്സ് ലേൺ ചെയ്തു, നമ്മുടെ എഞ്ചിനീയേഴ്സ് ലേൺ ചെയ്തില്ല. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഇവിടെ ഒരു കമ്പനിയെ അലോ ചെയ്തില്ല. ഫോറിൻ കമ്പനികളെ ഇവിടെ എപ്പോഴും തടഞ്ഞു നിർത്തി. അതായത് ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ഇന്ത്യൻ വിപണി
തുറക്കാതെ അടച്ചു വെച്ചിരുന്നത് കൊണ്ടുണ്ടായ ഒരു അപകടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അതെ തന്നെ. അതായത് 90കളിൽ തുറക്കുന്നിടം വരെ നമുക്ക് ഇന്ത്യൻ പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ കണ്ട് ശീലമുള്ളൂ. നമ്മുടെ ഒരു അംബാസഡറും പ്രീമിയർ പൽപ്പിനിയും അല്ലെങ്കിൽ മഹീന്ദ്ര ജീപ്പും മാത്രം കണ്ടതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഉപകരണങ്ങളോ വാഹനങ്ങളോ ടെക്നോളജിയോ നമ്മുടെ എഞ്ചിനീയർമാരും നമ്മുടെ ആൾക്കാരും പരിചയപ്പെട്ടില്ല. അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിച്ചില്ല, മാനുഫാക്ചറിങ് ഡിസൈൻ പ്രോസസ്സ് ഒന്നും പഠിച്ചില്ല. അതിന്റെ ഡിഫക്റ്റ് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പോലും ഒരു കമ്പനിക്ക് ഇവിടെ വരണ വലിയ പാടാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസണാണ്. എനിക്കിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടേ ഇവിടെ കൂട്ടുള്ളൂ. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പോലും. അപ്പോൾ അതിന്റെ ആ പ്രോസസ്സിൽ കൂടെ എല്ലാം പോകണം. അതൊക്കെ നീണ്ട പ്രോസസ്സ് മനുഷ്യനെ മടുപ്പിക്കും. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഓക്കെ നമ്മളിവിടെ കുറെ പൈസ ഇട്ടു, ഓക്കെ അത് നമ്മൾ തിരിച്ചെടുക്കണ വലിയ ബുദ്ധിമുട്ടാണ്, ഇങ്ങോട്ട് ഇടാൻ എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിലേക്ക് ചൈനയിലേക്ക് ഈ മോഡൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പല കമ്പനികളിലാണ് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുക. അതെ. എന്നിട്ട് അവർ പലതായിട്ട് ഇങ്ങോട്ട് അയച്ചു തരികയാണോ? അതെ. ഇവരെ തമ്മിൽ നമ്മൾ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് അവർ ശരിക്കും ഈ പ്രോഡക്റ്റ് എന്താണെന്ന് ഒരു കമ്പനിക്കും മനസ്സിലാവില്ല ഇപ്പം. അതായത് പീസാ കൊടുക്കുക. ഇത് അസംബിൾ ചെയ്ത് എങ്ങനെയിരിക്കും അവർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ലാപ്ടോപ്പിന്റെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ലാപ്ടോപ്പിന് മെയിനായിട്ട് 4 ABCD, അതായത് ആ ടോപ്പ് പാർട്ടിൽ തന്നെ 2 പാർട്ട് വരും. അത് AB വരും, പിന്നെ CD താഴത്തെ 2 പാർട്ട്, മുകളിലത്തെ ഭാഗം താഴത്തെ ഭാഗം, അങ്ങനെ ടോട്ടൽ ഒരു മെയിൻ സെറ്റ് 4. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിന്റെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓക്കെ ഇത് മുകളിലത്തെ സ്ക്രീനാണ് കിട്ടുമ്പോൾ അത് ലാപ്ടോപ്പിന്റെ പാർട്ടാണെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ഓവറോൾ പ്രോഡക്റ്റ് എന്താ വരുന്നതെന്ന് മനസ്സിലാവില്ല. ഇപ്പം നമ്മളൊരു അതിൻ്റെ അത് 2 സ്ക്രീനുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഒരു കുഞ്ഞ് സ്ക്രീന് കൊടുക്കുന്നത് വേറൊരു കമ്പനിക്കാണ്. പക്ഷെ അവർക്കറിയത്തില്ല ഇതൊരു ഡ്യുവൽ സ്ക്രീൻ ലാപ്ടോപ്പാണ് വരാൻ പോകുന്നതെന്ന്. പക്ഷേ പണ്ട് ഈ അമേരിക്കയിലെ ഡ്രോയിങ്സ് മുഴുവൻ ചൈനയ്ക്ക് കിട്ടി. പൂർണ്ണ ഡ്രോയിങ് ആണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് തന്നെയല്ലേ ഇവര് അങ്ങനെ കിട്ടുമ്പോൾ അവരത് ദുരുപയോഗിച്ചിരുന്നോ? അവർ ദുരുപയോഗിക്കല്ല, അവര് അത് ലേൺ ചെയ്യുക. ദുരുപയോഗിക്കുന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ അവരിൽ ടെക്നോളജി പഠിക്കുക, അവരുടെ എഞ്ചിനീയേഴ്സ് ഡ്രോയിങ് റീഡ് ചെയ്യാൻ പഠിക്കുന്നു, അത് മാനുഫാക്ചർ ചെയ്യാൻ പഠിക്കുന്നു, അസംബിൾ ചെയ്യാൻ പഠിക്കുന്നു. ആ എഞ്ചിനീയർ വേറെ ഒരു ചൈനീസ് കമ്പനി അടുത്തതിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ അവൻ അവിടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണോ ശരിക്കും ചൈന ഒരു വലിയ ശക്തിയായി മാറിയത്? അതെ, അവരങ്ങനെ ലേൺ ചെയ്തത്. അമേരിക്കയിൽ നിന്നൊക്കെ കിട്ടി. അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും കിട്ടിയോ? അതോ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ജപ്പാനെ കുറിച്ച് അറിയില്ല. അമേരിക്കയിൽ നിന്ന് മുഴുവൻ കിട്ടി. ആ ടെക്നോളജി കൊണ്ടാണ് ഇന്നത്തെ ചൈനയായി. അമേരിക്കയിൽ തന്നെ ജർമ്മനിയിൽ നിന്ന് കിട്ടി. ഓക്കെ. അതെനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊരു എയർബെല്ലോ എയർ സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വളരെ ചെറിയ കാറിന് ഉപയോഗിക്കാം, അത് വലുതാ. അല്ലാതെ ഞങ്ങളുടെ ഒരു സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടി ചെറിയ എയർബെല്ലോ, വളരെ കുഞ്ഞതാ. അത് ശരിക്കും ഞങ്ങൾ അതിന്റെ ഡിസൈൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ട് എന്നാൽ ഭയങ്കര ലോഡ് ക്യാരി ചെയ്യുന്നതാണ്. അപ്പം അതിന്റെ അകത്ത് നൈലോണിന്റെ മൾട്ടി ലെയർ കോട്ടിംഗ് ഒക്കെ ലേയേഴ്സ് ഉണ്ട് നൈലോണിന്റെ, എന്നിട്ട് റബ്ബർ കോട്ടിങ്ങോ. ഇത് ഈ സ്പേസ് ക്രാഫ്റ്റിനൊക്കെ പോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കുമല്ലോ. അതിനും ഉപയോഗിക്കാം. പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു ഇന്റർണൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനം. അപ്പോൾ അപ്പം ഞങ്ങളിത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കി. അതായത് ഞങ്ങളുടെ ഡിസൈൻ ഉണ്ട്, ഞങ്ങളുടെ റിക്വയർമെന്റ് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ ഈ ഇന്ത്യൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബോംബെയിൽ, അവർ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ആയി. അപ്പോൾ ഒരു 2 കൊല്ലം ഇതിൻ്റെ റിസർച്ച്, എന്നുവെച്ചാൽ പ്രോഡക്റ്റ് റെഡിയാണ്. പക്ഷെ ഇവർ ഇത് മാനുഫാക്ചർ ചെയ്യണം. പക്ഷേ ഇവരെന്ത് ചെയ്താലും തിക്നെസ് ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ എത്ര ചെയ്തിട്ടും ഇവിടെയാണ്. എന്നാൽ MTech ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതെന്ത് ചെയ്യട്ടോ, ഞങ്ങൾ 2 കൊല്ലം പ്രോജക്റ്റ് ഡിലേ ആയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചൈനയിൽ അങ്ങനെ അന്വേഷിച്ചു. അവിടുത്തുകാരായി. ചൈനക്കാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഒരു 3-4 മാസം കൊണ്ട് ചെയ്യുന്ന സാധനം അവർ 2 ആഴ്ച കൊണ്ട് ചെയ്തു തരും. ഭയങ്കര സ്പീഡാണ്. പക്ഷേ ഈ ലോജിക്ക് കൂടുതൽ ഇന്ത്യക്കാർക്കാണ്. ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ബേസിക് പറഞ്ഞു കൊടുത്താൽ ഇന്ത്യക്കാർക്ക് കത്തും. ഈ ലോജിക്ക് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡിലേ ആകുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ചൈനക്കാരന് ഭയങ്കര സ്പീഡാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മളൊരു ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചിട്ട് അസംബിൾ ചെയ്യാൻ അവർ അസംബിൾ ചെയ്യില്ല. അവരോട് ഇങ്ങനെ കുഞ്ഞു ഇൻസ്ട്രക്ഷനായിട്ട് പറഞ്ഞു കൊടുത്ത് പക്ഷേ ഇന്ത്യക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യക്കാർ പറഞ്ഞാൽ സാധനം ഓക്കെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരു കോമൺ സെൻസ്. പക്ഷെ ചൈനക്കാരങ്ങനെ പക്ഷെ ഭയങ്കര സ്പീഡാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അവർ 2 ആഴ്ച കൊണ്ട് ചെയ്ത് തരും. പിന്നെ ഈ ചൈനയിലുള്ള ഒരു എക്കോസിസ്റ്റം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഡിസൈൻ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഒരു ഫ്ലാറ്റ് കേബിളാണ്, ഒരു 16 കണക്ഷൻ അല്ലെങ്കിൽ 20 കണക്ഷൻ ഉള്ള ഒരു ഫ്ലാറ്റ് കേബിൾ. അതിനൊരു സ്പെഷ്യൽ പ്രൊഫൈലിൽ കൂടെയൊക്കെ പോകണം. ഇപ്പം ഞാൻ ഇന്ത്യയിൽ ഒരു കമ്പനിയോട് അത് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടക്കില്ല.
ഇപ്പോൾ. അല്ലെങ്കിൽ ഈ ചൈനയിലാകുമ്പോൾ ഈ കേബിൾസ് ഉണ്ടാക്കുന്ന ഒരു 100 കമ്പനി കാണും, അല്ലെ തായ്വാനിൽ. ഇപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒരു വിത്തിൻ 2 വീക്സ് ഈ ഒരു പീസ് പ്രോട്ടോടൈപ്പിന് വേണ്ടിയാണെങ്കിൽ പോലും അവരുണ്ടാക്കി അതിൻ്റെ കണക്റ്റേഴ്സും എല്ലാം ഉണ്ടാക്കി തരും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പം. ഒരിക്കലും പറ്റൂല എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ആയി വരാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങനത്തെ സപ്ലൈസില്ല. ഈ സപ്ലൈസ് മുഴുവൻ അവിടെയാണ് കിടക്കുന്നത്. അവർ വർഷങ്ങളായിട്ട് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട്, എന്നാൽ ഇത് അവർ ലേൺ ചെയ്ത് അമേരിക്കൻസ് ചെയ്യുന്നതാണ്. പ്രോട്ടോടൈപ്പ് പല കമ്പനികളിൽ ഉണ്ടാക്കി നിങ്ങൾക്കത് കിട്ടി, നിങ്ങളത് അസംബ്ലി ഒറ്റ യൂണിറ്റ് ആക്കി, അത് നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ ബൾക്ക് പ്രൊഡക്ഷൻ കൊടുക്കുകയാണോ, എങ്ങനെയാണ്? ഇല്ല, അത് ആദ്യത്തേലൊന്നും തൃപ്തികരമാകത്തില്ല. ആണോ? അതൊരു 5, 6, 7 ഒക്കെ ഇറ്ററേഷൻ പോകും. ശരി. അത് വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്ത് അത് തന്നെയല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ഇഷ്യൂസ് വരും. ഈ പ്രോട്ടോടൈപ്പിലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് അല്ലേ? മറ്റേത് അതുവരെ ഡ്രോയിങ്ങിലും. അതെ. അപ്പോൾ നമ്മൾ പല എക്സ്പെക്ട് ചെയ്യാത്ത പല ഇഷ്യൂസും അതിൻ്റെ അകത്ത് വരും. പിന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഇപ്പം വർക്ക് ചെയ്താൽ ഈ ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ സർവീസബിലിറ്റി വേണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിത് വർക്ക് ചെയ്ത് ഇതെല്ലാം വർക്ക് ചെയ്യും, പക്ഷേ ഇതിനെ ഒന്ന് റിപ്പയർ അല്ലെങ്കിൽ ഒരു സാധനത്തെ മാറ്റണം, ഇതിനെ അഴിച്ചെടുക്കുമ്പോൾ അതിന് വേറെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ പല കറക്ഷനിലൂടെ ഫൈനൽ പ്രോഡക്റ്റ് ആകും. ഈ ഫൈനൽ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് എന്താ ചെയ്യുന്നത്? വേറെ ഏതെങ്കിലും? ഞങ്ങളുടെ കമ്പനി ഒരിക്കലും നേരെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യത്തില്ല. ഞങ്ങൾ ഏതെങ്കിലും ബിഗ് പ്ലേയേഴ്സിന് ഞങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിനും പേറ്റന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പേറ്റന്റ് അപ്ലൈ ചെയ്യും? അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യും. ശരി. ഈ ആശയമായിരിക്കും തന്നെ ആദ്യമേ അതാ ചെയ്യുന്നത്. അത് ഇതിന് കുറെ സമയം എടുക്കും പേറ്റന്റ് കിട്ടി വരാൻ. എസ്പെഷ്യലി ഒരു മെക്കാനിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു മിനിമം 5 ഇയർ എടുക്കും. അത്ര എടുക്കും? അത് ആദ്യം അവരത് ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ വേറെ ആൾക്കാർ അതിനെ ഇത് ഞങ്ങളുടേതുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് പോകും. പിന്നെ അറ്റോർണിമാർ അവിടെ കേസ് നടത്തും. അതിന് കുറേ ഇതുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ 1 to 2 ഇയറിലൊക്കെ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിനൊക്കെ വരും. അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലുള്ള പല സാധനങ്ങളും ഇവരൊരു 5 വർഷം മുമ്പേ പേറ്റന്റ് എടുത്തിട്ടുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. അവർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അത് എടുത്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, എടുത്തിട്ടെന്നല്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മളിനി അടുത്ത ഇറങ്ങാൻ പോകുന്ന iPhone 18 അതിന്റെ ഒക്കെ നേരത്തെ തന്നെ തീർച്ചയായിട്ടും അവർ റെഡിയാക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഐഫോൺ ഇപ്പം ഞാൻ പറയാം, അപ്പോൾ സാംസങ്ങുകാർ അപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതേ ഐഡിയ അല്ലെങ്കിൽ അവർ ഓൾറെഡി അപ്പം ചെയ്തു വെച്ചില്ലെങ്കിൽ ഇത് ഇഷ്യൂ ആകും. അപ്പോൾ ഈ 5 വർഷം മുമ്പേ ഈ ആശയം അവർ രൂപപ്പെടുത്തി കഴിഞ്ഞു. അതെ അല്ലേ? അതെ. അപ്പം നമ്മൾ ശരിക്കും കസ്റ്റമർ ഒരു 5 വർഷം പുറകിലാണ്. അതെ, തീർച്ചയായിട്ടും. അത് തന്നെയല്ലേ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ചിപ്പ് അതൊരു 2 കൊല്ലത്തേക്ക് അഡ്വാൻസ് ആയിട്ടായിരിക്കും ഇപ്പം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇത് വരുന്നെന്ന് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് പെർഫെക്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വേറെ പേറ്റന്റോടും ടെക്നോളജിയും ഫുള്ള് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ആവശ്യമുള്ള കമ്പനികൾക്ക് കൊടുക്കും. സാധാരണഗതിയിൽ നിങ്ങൾ ഏതൊക്കെ തരം കമ്പനികൾക്ക് കൊടുക്കുക? ഞങ്ങളുടെ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഞങ്ങൾ ഓട്ടോമൊബൈൽ പ്രോഡക്റ്റാണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓട്ടോമൊബൈലിലെ സേഫ്റ്റി സിസ്റ്റം, ഞങ്ങൾ കാറിൻ്റെ ഈ സീറ്റ് ബെൽറ്റ് അതിൻ്റെ ഡെവലപ്പ് ചെയ്തു. ഞങ്ങൾ TRW എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിക്ക്, ബോഷ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സ്പെയർ പാർട്സ് OEM കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ആണ് കൊടുത്തത്. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് മെഴ്സഡസിന് അവർ മറിച്ച് വിറ്റു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകം ഇങ്ങനെ നടക്കുന്നുണ്ട്. ബാക്കിലുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കമ്പനി പോലെ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഈ R&D സൈഡിൽ ഒത്തിരി പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കുറെ കമ്പനികളുണ്ട്. അതിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ വലിയ കമ്പനികളായിട്ട് പേര് എടുത്ത് ഈ കുറെ നമ്മൾ ഈ പ്രിസിഷൻ എഞ്ചിനീയറിംഗിൽ US ഒത്തിരി കമ്പനികളുണ്ട്. അത് നമ്മളിപ്പോൾ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ മെറ്റൽസ്, സ്പെഷ്യൽ മെറ്റീരിയൽസ്, അല്ലെ സ്പെഷ്യൽ ടൂൾസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കുറേ കമ്പനികളുണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ബാക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഈ കേട്ടിട്ടുള്ള വലിയ ഇലക്ട്രോണിക് ജയൻസിന്റെ ഒക്കെ പല പ്രോഡക്റ്റും രൂപപ്പെടുത്തിയതും ഡിസൈൻ ചെയ്ത് ഇത്തരം കമ്പനികളായിരിക്കില്ലേ? ചെറു കമ്പനികളുണ്ട്, അവർ തന്നെ ഒത്തിരി വലിയ കമ്പനികൾക്കെല്ലാം വലിയ R&D യൂണിറ്റുകൾ, അവർക്ക് ഇതേപോലത്തെ ഫെസിലിറ്റികൾ അവർക്ക് തന്നെ ഉണ്ടാവും. പിന്നെ ആപ്പിളിനൊക്കെ ഭയങ്കര നല്ല അവർ ഭയങ്കര മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഭയങ്കര ഒത്തിരി ആൾക്കാരുള്ള. നമ്മൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഇത്തരത്തിൽ ഒരു വലിയ ജയന്റ് ആയിട്ട് ഇപ്പം വളരുന്നുണ്ടെങ്കിൽ കൂടി അമേരിക്കയുടെയോ ചൈനയുടെയോ
ചൈനയുടെ പ്രൊഡക്ഷൻ സൈഡിലും അമേരിക്കയുടെ ഇന്നൊവേഷൻ സൈഡിലും ഉള്ള അതേ ശക്തിയിലെ ആയിട്ട് നമ്മൾ വളരാത്തതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു. ഒന്ന് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം അല്ലേ, അതിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റം വരുത്തണം. ഇൻഡസ്ട്രി റെഡി ആയിട്ട് ആളുകളെ നമുക്ക് പുറത്തു വിടാൻ പറ്റണം. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള കുട്ടികളെ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ട കാര്യം പഠിപ്പിച്ചു വിടുന്ന രീതിയിലും ഇൻഡസ്ട്രി ആയിട്ട് അലൈൻ ചെയ്തും ഈ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കണം അല്ലേ. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് തന്നെ വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലി നടപ്പാക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളോ ഉണ്ടാകണം, കോളേജുകളോ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ചേർന്ന്. രണ്ട്, നമ്മൾ ഒരു കാലത്ത് ഈ അടഞ്ഞ ഒരു എക്കോണമിയായി നിന്നതുകൊണ്ട് ലോകത്ത് വന്ന ഈ വിപ്ലവകരമായ അത്ഭുതകരമായ ഈ ടെക്നോളജിക്കൽ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ വൈകിപ്പോയി. അത് പക്ഷേ ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് മറികടക്കാമായിരുന്നല്ലേ? 90കളിൽ മാറിയല്ലോ. അല്ല, ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ പറയാം, ഒരു ഡിഫൻസ് ടെക്നോളജി അല്ലെ, നമുക്കിവിടെ ഒരു ഡിഫൻസ് റിലേറ്റഡ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്ക് മെയിൻ ഇഷ്യൂ ഈ മെറ്റലർജിയിലാണ് മെയിൻ. അതായത് ഇപ്പം നമ്മൾ ഗണ്ണുകൾ, അതായത് ഇപ്പം പീരങ്കികളിലൊക്കെ ഉപയോഗിക്കുന്ന ഗണ്ണുകൾ, അപ്പോൾ ഇതിന് മെയിൻ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഇത് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്, ഇത് ബസ്റ്റ് ചെയ്യുക. അത് നമ്മൾ മെറ്റലർജിയിൽ ഭയങ്കര വീക്കാണ്. ഇപ്പം നമ്മൾ കാവേരി എഞ്ചിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആ തേജസ് യുദ്ധവിമാനത്തിന് ഈ നമുക്ക് എഞ്ചിൻ ഇല്ല, നമ്മൾ ഈ വിമാനം ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് ചുമ്മാ അതിന്റെ സ്ട്രക്ചറേ ഉള്ളൂ. എഞ്ചിൻ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ജിയുടെയാ. നമ്മുടെ എഞ്ചിനല്ല, നമ്മൾ ഡെവലപ്പ് 1984 തൊട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കാവേരി എഞ്ചിൻ. പക്ഷെ ആ കാവേരി എഞ്ചിൻ ഇപ്പോഴും വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മെറ്റലർജിയാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ആ ടെക്നോളജി എന്തുകൊണ്ടാണ് നമുക്ക് വഴങ്ങാത്തത്? അത് നമ്മൾക്ക് വഴങ്ങാത്ത നമുക്ക് ആറാണ്ടി ഇല്ല. ഇത്രയും യൂണിവേഴ്സിറ്റികളും ഇത്രയും പ്രൈവറ്റ് എന്റർപ്രൈസുകളും ടാറ്റയുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആരും ഇതിലേക്ക് വേണ്ടത് ശ്രദ്ധിക്കുന്നില്ല. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ നമ്മുടെ PhD-കൾ തന്നെ ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇവിടുത്തെ PhD-കൾ എന്തിലൊക്കെയാണ്? നമ്മൾ വെറുതെ UGC സ്കെയിൽ കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളും വളരെ ഫണ്ണിയാണ്. ഈവൻ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല എന്നുള്ളൂ, പക്ഷേ എഞ്ചിനീയറിംഗിൽ PhD ഇവിടെ എടുത്ത് അത് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുക. അതുകൊണ്ട് PhD ശമ്പളം കൂട്ടാനുള്ള ഒരു അത് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെറ്റലർജിയിലൊക്കെ നമ്മൾ ഭയങ്കര പുറകിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജെറ്റ് എഞ്ചിന് അപ്പോൾ ആ ചില ക്രിട്ടിക്കൽ ഏരിയകളിൽ നമ്മൾ ഭയങ്കര വീക്കാണ്. അത് ഇപ്പോൾ GE ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ പ്രൈവറ്റ് കമ്പനികളാണല്ലോ. അവരെന്ന് പറഞ്ഞാൽ റിസർച്ചിനൊക്കെ ഇഷ്ടം ഏറ്റവും എക്സ്പെർട്ടായുള്ള PhD ഹോൾഡേഴ്സിനെ ഇട്ടിട്ട് അവർ ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരാർക്കും കൊടുക്കില്ല. നമ്മളിപ്പോൾ എത്ര ടെക്നോളജി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും GE അവരുടെ എഞ്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അവരൊരിക്കലും പറയില്ല. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ISRO ഇതിൽ കുറേ വിജയമുണ്ട്. ISRO ഒരു പരിധി വരെ. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്, ISROയുടെ മിക്കവാറും കമ്പോണൻസ് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ISRO കമ്പയർ ചെയ്യും. ISRO എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1950കളിൽ തുടങ്ങിയാൽ. ഈ എലോൺ മസ്ക് ഈ സ്പേസ് എക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർ ഏത് ലെവലിലെത്തി? ISRO നമ്മൾ അങ്ങനെ വെച്ചാൽ അതൊരു പ്രൈവറ്റ് വ്യക്തി, അതൊരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ ഒരു ഇതിൽ തുടങ്ങുമ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നുവെച്ചാൽ നമ്മൾ എത്തിയില്ല എന്നല്ല, പക്ഷെ അതിനകത്ത് വ്യത്യാസം വേണമെങ്കിൽ എത്താവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുറേ പ്രൈവറ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ഫേംസുകൾ വന്നു കഴിഞ്ഞാൽ അവരെ അലവ് ചെയ്താൽ മാത്രമേ ഇപ്പം എനിക്ക് തോന്നുന്നു ISRO തന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു അവിടുന്ന് റിട്ടയർ ആയ എഞ്ചിനീയേഴ്സോ ഒക്കെ കുറച്ച് സ്പേസ് റിലേറ്റഡ് അല്ലെ സാറ്റലൈറ്റ് അല്ലെ റോക്കറ്റ് ലോഞ്ചിങ് ചെറിയ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട് ചെറുതായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പൊതുബോധം തന്നെ പ്രൈവറ്റിനെ ഒരു കാരണവശാലും ഒന്നും ഏൽപ്പിക്കരുതെന്നുള്ള ചിന്തയുണ്ട്. അതായത് ഇപ്പൊ അദാനിയോ അംബാനിയോ പോലുള്ള കപ്പാസിറ്റി ഉള്ള പൈസ കയ്യിലുള്ളവരെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഗവൺമെന്റിന്റെ മാത്രം കൈകാര്യം ചെയ്ത് ഏൽപ്പിക്കുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരും ജനങ്ങളും തന്നെ അതിനെ ശത്രുവായിട്ടാണ് കാണുന്നത്. അല്ലേ? അതെ, അതുകൊണ്ട് അതല്ല ഈ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര തെറ്റ് ചെയ്ത് പോകാൻ. അത് നേരത്തെ അതിപ്പോ ലൈസൻസ് കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത അത് ഓക്കെ, അവരുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നു. ഒന്നേ ഇന്ത്യ ഗവൺമെന്റ് വാങ്ങുന്നു, അല്ലെ അവർ വിദേശത്ത് വിൽക്കുന്നു. അതല്ലേ അതിനിപ്പോ പ്രോപ്പറായിട്ട് പട്ടാളക്കാരെ കൂടെ ഉണ്ടാക്കിയിട്ട് നേരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഭരണം പിടിക്കുമെന്നൊക്കെയാണ് നമ്മുടെ സാധാരണക്കാർ ചിന്തിക്കുന്നത്. നമ്മുടെ ഇൻസാസ് റൈഫിൾ അതെന്ന് പറഞ്ഞാൽ ഈ കാശ്മീരിലൊക്കെ പോയിട്ട് ഇത് കുറച്ച് ഫയർ ചെയ്ത് ഇത് ചൂടായിട്ട് ഈ സാധനം സ്റ്റക്കാവും. ഇപ്പം നമുക്ക് ഇപ്പോഴും ഈ ഗണ്ണ് വെളിയിൽ നിന്ന് ഇപ്പോഴും നല്ല ഇത് ഇപ്പം പലപ്പോഴും വാർ വരുമ്പോൾ നമുക്ക് പ്രശ്നം ഈ ഇൻസാസ് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പം അല്ലാതെയുള്ള ഈ ഫോറിൻ ടെക്നോളജിയുള്ള വെപ്പൺസ് ഗണ്ണ് വരെ ഗണ്ണെന്നൊക്കെ പറഞ്ഞ ഒരു ബേസിക് സാധനമല്ലേ, അതുപോലെ ഇത് മെറ്റലർജിയിലാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പക്ഷേ ഇപ്പം നമ്മളെന്താ വെച്ചാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഇത് അലോ ചെയ്യണം.
അപ്പോൾ ഇപ്പം ഞാൻ പറയും, ഇപ്പം ഈ അദാനിയല്ല, ഇവരുണ്ടല്ലോ കല്യാണി ഫോർജ്, പിന്നെ പൂനെ എന്നുള്ള വേറെ ഒന്ന് രണ്ട്, ഇപ്പം അദാനി ഡിഫൻസിലോട്ട് വന്നിട്ടുണ്ട്, പിന്നെ L&T. ഇപ്പം ഇവരൊക്കെ കുറേശ്ശെ വന്നു. ഇപ്പം ടാറ്റ, അവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേരെ കണ്ടെത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ മിടുക്കനായ ഒരേ ഒരാൾ മതി, അതായത് അതിന്റെ ടോപ്പിൽ ഒരാൾ. ഇതിന്റെ വ്യത്യാസം ഇത്രേ ഉള്ളൂ, സർക്കാരിന്റെ ഒരു സംവിധാനത്തിന്റെ ഒരു പരിമിതിക്കകത്താണ് ഇപ്പോഴും ഈ പ്രധാന വികസന മേഖലയൊക്കെ നിൽക്കുന്നത്. അതെ. പിന്നെ വേറെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ മിടുക്കർ വെളിയിൽ കിടപ്പുണ്ട് ഈ ഫീൽഡിൽ. അപ്പൊ അവരെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഹെഡായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഇവിടുന്ന് IIT-ന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കൊള്ളാവുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഈ പിള്ളേരെ എടുത്താൽ. ഇപ്പം ഈ സ്കോർപിയോ കാർ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ്. ഒരു ബ്രിട്ടനിൽ നിന്ന് ഒരു ഇന്ത്യൻ എഞ്ചിനീയറെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്ത്യൻ എഞ്ചിനീയറാണോ അതേ ബ്രിട്ടീഷാണ് എന്തോ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നു. പുള്ളിയുടെ കീഴിൽ IIT-ലെ 10-15 പിള്ളേരെ വെച്ചു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത്. അങ്ങനെയുള്ള മഹേന്ദ്ര ഇപ്പോൾ ഗംഭീര അതെ. അപ്പം ഈ അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം മഹേന്ദ്ര എന്ന ടാറ്റ ഇവരൊക്കെ ഗംഭീര കാറുകൾ റീസെയിൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടൊയോട്ടയുടെ കാറിനാണോ ഇവിടെ റീസെയിൽ വാല്യൂ, മഹേന്ദ്ര. എന്തുകൊണ്ടാണ്? ഇതിന് ഷോ ഉണ്ട്, മെറ്റീരിയൽ സെലക്ഷൻ തൊട്ട് എല്ലാത്തിലും പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് പ്രധാന പ്രശ്നം. മെറ്റീരിയലും ക്വാളിറ്റി കൺട്രോളിലും എല്ലായിടത്തും പ്രശ്നമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൊയോട്ട ആകുമ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ പ്രോട്ടോകോൾ ഇവിടെ ഫോളോ ചെയ്യിപ്പിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ 20 വർഷം മുമ്പത്തെ ടൊയോട്ട കോളേജ് ഇപ്പോഴും ഓടുന്നുണ്ട്. അതായത് 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ ടൊയോട്ട വണ്ടികൾ എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ലാതിരിക്കുമ്പോൾ മറ്റേത് 2 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ വയസ്സനായി. ഇത് 2 വർഷം വരെ വലിയ കുഴപ്പമില്ലാകും. അത് കഴിയുമ്പോൾ വണ്ടി അങ്ങ് ഇതായിപ്പോ അവിഞ്ഞു. പിന്നെ ഞാൻ പറയും, ഇതിന് അടിയിൽ നിന്ന് ഈ കുഴി തുരുമ്പ് പോലെ തകിടിന് തുരുമ്പ്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയിൽ ചെയ്യാവുന്നതുള്ളൂ. അതിനകത്തൊക്കെ ഒത്തിരി. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം, ഇതെല്ലാം സപ്ലയേഴ്സ് ആണല്ലോ. ഇവര് അതിൽ അഡ്ജസ്റ്റ്, ഇതിനകത്തെല്ലാം ഒത്തിരി ബാക്ക് ചാനൽ വർക്കുകളുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാണോ കൂടുതൽ വർക്കുകൾ? മിക്കവരും ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടോ. അസംബ്ലി മാത്രമാണ് ഇവർ. അതിപ്പോൾ നമ്മൾ പൂനെയിലും അവിടെയൊക്കെ ചെന്ന് ഒത്തിരി എന്തോരം ചെറിയ കമ്പനികൾ, ചെറുതല്ല, അവർ ചെറിയ രീതിയിൽ അതൊരു വലിയ കമ്പനികളായ ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം ഈ കോൺട്രാക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെയൊക്കെ, അതിനൊക്കെ പല ചാനൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്വാളിറ്റി പോകും. പക്ഷേ ഈയിടെ ഒരു വാർത്ത വന്നു, നമ്മൾ ഗണ്ണുകൾ സ്വീഡനിലേക്ക് തോക്കുകൾ കയറ്റി അയച്ചു എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടാവും. സ്വീഡനിൽ നിന്നാണല്ലോ ബോഫോഴ്സ് ഒക്കെ ഇങ്ങോട്ട് വന്ന ഒരു കാലത്ത്. പക്ഷെ അവർക്ക് തോക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ടെക്നോളജി വളർന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ ബേസിക് ഇഷ്യൂ ഇതാണ്, നമ്മൾ പ്രൈവറ്റുകാരെ അലോ ചെയ്യുന്നില്ല. അപ്പം അവരെന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യും, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ റിസർച്ച് നടത്തും, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവർ വെളിയിൽ നിന്ന് തന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ റഷ്യയിലൊക്കെ എന്തോരം എഞ്ചിനീയേഴ്സ് ഉണ്ട് മിടുക്കർ. എന്നുവെച്ചാൽ അപ്പോൾ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് വേണമെങ്കിൽ 2 ഇയർ ഒരു പ്രോജക്റ്റ്, ഓക്കെ, ഒരു ഗണ്ണിൻ്റെ ബാരൽ. അല്ല, അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടോമൊബൈൽ കമ്പനികളെ നോക്കിയാൽ മതിയല്ലോ. അവരെത്ര ഉത്സാഹിച്ച്, എല്ലാം പ്രൈവറ്റ് കമ്പനികളല്ലേ, അവർ എന്തെല്ലാം ഇന്നോവേഷൻസ് അതിനകത്ത് കൊണ്ടുവരുന്നത്, എത്ര മികവാർന്ന സാധനങ്ങൾ പ്രവർത്തിക്കുന്നു. സർക്കാർ മേഖലയിൽ നിന്നൊന്നും ഒരു കാറും അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഇവിടെയുണ്ട് ഒത്തിരി വലിയ കമ്പനി, കേപ്പബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഇപ്പോൾ L&T ഒക്കെ ഇപ്പം കുറേ ഷിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറേ ഇനിയും ഫ്രീഡം കൊടുക്കണം. ഇപ്പോഴും എല്ലാം പിടിച്ച്. നമ്മൾ ആദ്യം സംസാരിച്ച ഒരു വിഷയം തന്നെയുണ്ട്. കേരളത്തെ നമുക്ക് ഈ കുട്ടികളെല്ലാം നാട് വിട്ടു പോകാതെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെയാണ് നല്ലൊരു ശതമാനം. ഇവരെയൊക്കെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ IT ടെക്നോളജി മേഖലയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്? അത് ആദ്യം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എറണാകുളം എടുക്കുക, ആ ഒരു ജില്ലയെ മാത്രം. ഇപ്പോൾ നമ്മൾ അവിടെ സമരങ്ങളില്ല, ഒരു സമരം, അതായത് ഇപ്പം ബസ് സമരമില്ല, അല്ലെങ്കിൽ ഈ 24 മണിക്കൂറും കടകൾ തുറക്കാനും അതായത് ദൈനംദിന സ്മൂത്തായ എൻവയോൺമെന്റ് ഉണ്ടാക്കുക. പവർ ഫെയിൽ. ഇപ്പം ഞാൻ പറയും, ഈ പവർ എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ആയിരിക്കും ഈ പവർ ഫെയിലിയർ വരുന്നത്. പക്ഷേ അന്നേരം ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മെഷീൻ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ അത് ഓരോ ബിസിനസ് അനുസരിച്ച് 1 to 2 hour 3 hour ഒക്കെ ഈ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരും. അതായത് അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പവർ, വർക്കിനുള്ള എൻവയോൺമെന്റ്, സമരങ്ങളും തടസ്സങ്ങളും ഇല്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഇതൊക്കെ ഒരു ജില്ലയിലെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ തുടങ്ങണം. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനൊരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ജില്ലയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ അതിന്, ഇപ്പം നമ്മളൊരു നല്ല സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് അപ്പോൾ ഒരിടത്ത് എറണാകുളം ജില്ല. പിന്നെ അതല്ല, ഈ രാത്രിക്കാണെങ്കിലും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സും ഇതെല്ലാം ഒത്തിരി ഫുൾ ടൈം ഓപ്പൺ ചെയ്യാൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാത്തിനും ചേഞ്ച് ആവും. ഈ കുട്ടികൾ അവിടെയാണോ ജനിച്ചു വളർന്നത്? അവർ അവിടെ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ അവർ ശരിക്കും US സിറ്റിസൺസ് ആണ്. സിറ്റിസൺസ് ആണ്. അവർ കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ ഒരു മനോഭാവം? സാധാരണ ഒരു ടിപ്പിക്കൽ അമേരിക്കൻ പിള്ളേർ ഇപ്പോൾ പഠിച്ച് ഒരു നല്ല ലെവലിലെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ബുദ്ധിമുട്ടാണ്. അതെന്താണ്? ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ സാഹിബ്മാരല്ല വൈറ്റ് ബോയ്സ് കൂടുതൽ ഈ ഇന്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. കേരളത്തിലേക്ക് വന്ന് ചെറിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആരംഭിച്ചിരിക്കുന്നു. എന്താണ് അതിനൊരു വികാരം? കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ടോട്ടലി ഡിഫറെന്റ്, ജീവിക്കുന്ന രാജ്യം വേറെ, എന്നിട്ടും കേരളത്തിൽ വന്നൊരു ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങണമെന്ന് തോന്നാൻ കാര്യം എന്താ? ഞാനൊരിക്കലും ചെറുപ്പത്തിലൊന്നും ഒരിക്കലും റിയൽ ചോക്ലേറ്റ് തിന്നിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ചോക്ലേറ്റ്, ഈ കൊക്കോക്കായി എന്നാ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പം നമ്മൾ ഈ കൊക്കോക്ക എടുത്ത് വറുത്ത് നോക്കുന്നു, ഇടിച്ച് പൊട്ടിച്ച് നോക്കുന്നു, തിന്നു പഞ്ചസാര ഇട്ട് തിന്നു നോക്കുന്നു. അപ്പോൾ ഒന്നും ചോക്ലേറ്റ് ആവുന്നില്ല. വെളിയിൽ നിന്ന് വരുന്നതിനോട് അവർക്ക് എതിർപ്പാണ്. പുതുതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനെ വെച്ചാൽ ഇപ്പോൾ UC ബെർക്ക്ലിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന പിള്ളേർ ജോലി ഇല്ലാതെ നിൽക്കുന്നവരെ എനിക്കറിയാം. തൊഴിലില്ലായ്മ എന്നുള്ള ഒരു വലിയൊരു ഇഷ്യൂ അമേരിക്കയിൽ അത് അവരുടെ മനസ്സിൽ നമുക്കെതിരായിട്ടുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? അത്